അപ്പോൾ മാറ്റ് ഫിനിഷിനെ കുറിച്ച് എന്താണ് സാറിന് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത്? ഫ്ലോറിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് ഗ്ലോസി സർഫസ് നമ്മൾ ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ മാറ്റിൽ പറയുന്നത്. അതായത് മാറ്റ് ഫ്ലോറുകൾ എപ്പോഴും സൈലന്റ് ആയിരിക്കും. മാറ്റ് ഫ്ലോറുകൾ എൻഹാൻസ് ചെയ്യുന്നത് നമ്മുടെ ഇന്റീരിയർ എലമെന്റ്സിനെയാണ്. സോ ആർക്കിടെക്ട്സും ഡിസൈനേഴ്സ് എല്ലാം ഈ മാക്സിമം അവർ ഈ മാറ്റ് ഫ്ലോർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അവിടുത്തെ ബാക്കിയുള്ള എലമെന്റ്സിനെയാണ് അവർക്ക് എൻഹാൻസ് ചെയ്യേണ്ടത്. അതായത് ഇന്റീരിയറിനെ കുറച്ചുകൂടി ഭംഗിയാക്കി കാണിക്കാൻ മാറ്റ് ഫിനിഷ് ആണ്. തീർച്ചയായും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഗ്ലോസി സർഫസ് എപ്പോഴും ഒരു ഭയങ്കര സ്ക്രാച്ച് സെൻസിറ്റീവ് ആണ്. എന്നാൽ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ച് കുറച്ചും കൂടെ വിസിബിലിറ്റി കുറയുക മാറ്റ് സർഫസിന് മുമ്പാണ്. ഓക്കെ, മാറ്റ് സർഫസ് സ്ക്രാച്ച് ആവില്ല എന്നോ അല്ലെങ്കിൽ അതിന് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല. പക്ഷേ നമുക്ക് ഒരു സ്ക്രാച്ച് ഗ്ലോസി ഫിനിഷിൽ കാണുന്നതിനേക്കാൾ വിസിബിലിറ്റി വളരെ വളരെ കുറവായിരിക്കും മാറ്റ് സർഫസിന്. നമ്മൾ മാറ്റ് ഫ്ലോർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമറിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഫ്ലോർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗ്ലോസിയെ അപേക്ഷിച്ച് ക്ലീൻ ചെയ്യാൻ മാറ്റ് സർഫസ് കുറച്ചും കൂടി ഒരു പ്രയാസമുള്ള സർഫസ് ആണ്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഗ്ലോസി പോലെ തന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമുള്ള ഒരുപാട് സർഫസുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റെയിൻ പിടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റെയിൻ പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഗ്ലേസിന്റെ മുകളിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട ഒരു സ്റ്റെയിനും വരുന്നതല്ല. മാറ്റ് സർഫസ് സ്റ്റെയിൻ പിടിക്കുന്ന സർഫസ് ആണ്. ക്ലീൻ ചെയ്യാൻ വളരെ പ്രയാസമുള്ള സർഫസ് എന്ന് പറയുന്നത് അതൊരു തെറ്റായ ധാരണയാണ്.